നമസ്കാരം, സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഭൂമി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനും ഭൂമി വിൽക്കാനും വീട്ട് വയ്ക്കാനും സഹായിക്കുന്ന ധരണി മന്ത്രജപത്തെക്കുറിച്ചും വരാഹമൂർത്തി ഉപാസനയെക്കുറിച്ചാണ്. ഭൂമിയുടെ സംരക്ഷകനായ വരാഹമൂർത്തിക്ക് ക്ഷേത്രങ്ങൾ കേരളത്തിലുമുണ്ട്. തിരുവനന്തപുരം ശ്രീവരാഹത്തെ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. അതുപോലെ മുഖ്യമാണ് പാലക്കാട് തൃത്താലക്കടുത്ത് ആനക്കര ഗ്രാമത്തിലെ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം. അവിടെ ദർശനം നടത്തി ഭൂമിപൂജയായ ഗോളക ചാർത്തൽ വഴിപാട്ട് നടത്തിയാൽ ഭൂമി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം. പ്രശ്നം നേരിടുന്ന വസ്തുവിൽ നിന്നും കുറച്ചു മണ്ണെടുത്തുകൊണ്ട് പോകണം. അത് ക്ഷേത്രത്തിൽ കൊടുത്ത് ഭൂമിപൂജ ചെയ്ത് വാങ്ങണം. വീട്ടിൽ തിരിച്ചു വന്ന ശേഷം ആ മണ്ണ് ഭൂമിയുടെ 4 അതിരുകളിലും വിതറണം. സ്ഥലം വാങ്ങാനും വീട്ടുവയ്ക്കാനും ഭൂമി വിൽക്കാനും ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം നിഷ്ഠയോടെ ധരണി മന്ത്രം ജപിച്ചാൽ ലഭിക്കും. ധനം വന്നു ചേരാനും ഈ മന്ത്രജപം ഗുണകരമാണ്. മന്ത്രം ഇതാണ്. ഭൂമിദേവിയുടെ ഈ മന്ത്രം ദിവസവും 2 നേരം 144 വീതം ജപിക്കണം. വിദ്യാവിജയം, ധനലാഭം, ആയുരാരോഗ്യം, ശത്രുദോഷമുക്തി എന്നിവയ്ക്കും. വരാഹമൂർത്തിയുടെ ധ്യാനം, ഗായത്രി, അഷ്ടോത്തരം തുടങ്ങിയവ ദിവസവും ജപിക്കുന്നത് നല്ലതാണ്. ഇതിന് വ്രതവും മന്ത്രോപദേശവും നിർബന്ധമില്ല. നെയ്വിളക്ക് കൊളുത്തി അതിന് മുമ്പിലിരുന്ന് ജപിക്കുക. ഭൂമിലാഭത്തിനും അളവറ്റ ധനത്തിനും സ്ഥിരമായ സമ്പത്തിനും ഐശ്വര്യാഭിവൃദ്ധിക്കും ഭാഗ്യവർദ്ധനവിനും ശ്രീവരാഹമൂർത്തിയെ ഭജിക്കണം. ഭൂമി വാങ്ങാനും വീട്ട് വയ്ക്കാനും ഗൃഹനിർമ്മാണ തടസ്സങ്ങൾ മാറാനും വരാഹമൂർത്തി ഉപാസന അത്ഭുത ഫലസിദ്ധി പ്രദാനം ചെയ്യും. ഭൂമി സംബന്ധമായ എല്ലാ ദോഷങ്ങളും നീക്കി ശാന്തിയും സമാധാനവും നൽകാനും ഭൂമി വിൽപ്പനയിൽ നേരിടുന്ന തടസ്സങ്ങൾ അകറ്റാനും ഭൂമി സംബന്ധമായ കേസുകൾ വേഗം പരിഹരിക്കാൻ വരാഹമൂർത്തി ഭജനം സഹായിക്കും. വരാഹമൂർത്തി ഉപാസന തുടങ്ങാൻ ബുധൻ, വ്യാഴം ദിവസങ്ങൾ വളരെ ഗുണപ്രദമാണ്. ഭഗവാന്റെ ദശാവതാരങ്ങളിൽ 3ാമത്തേതാണ് വരാഹം. ഭൂമിയുടെയും ആശ്രിതരായ ഭക്തജനങ്ങളുടെയും സംരക്ഷണത്തിനായി വിഷ്ണു ഭഗവാൻ ഏതുവേഷവും സ്വീകരിക്കും, എന്തും ചെയ്യും എന്നതാണ് ഈ അവതാര തത്വം. ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ച് ഏതൊരു കാര്യവും നമുക്ക് ചെയ്യാം. ഭഗവാൻ എപ്പോഴും എന്തു ചെയ്തും രക്ഷിക്കും. വിഷ്ണു ഭഗവാൻ വരാഹമൂർത്തിയായി അവതരിച്ചതിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. ഹിരണ്യാക്ഷൻ ഭൂലോകത്തെ മോഷ്ടിച്ച് കടലിൽ ഒളിച്ചപ്പോൾ വിഷ്ണു ഭഗവാൻ പന്നിയായി അവതരിച്ച് ആ അസുരനെ നിഗ്രഹിച്ച് ഭൂമിയെ രക്ഷിച്ചു എന്നാണ് ഐതിഹ്യം. വരാഹമൂർത്തി സംഹരിച്ച ഹിരണ്യാക്ഷൻ സാധാരണ ഒരു അസുരനായിരുന്നില്ല. അവന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. വൈകുണ്ഠത്തിലെ കാവൽക്കാരാണ് ജയനും വിജയനും. ഒരിക്കൽ സനകാദി മഹർഷിമാർ മഹാവിഷ്ണു ദർശനത്തിന് വന്നപ്പോൾ ജയവിജയന്മാർ അവരെ അപമാനിക്കുകയും തടയുകയും ചെയ്തു. ക്രുദ്ധനായ സനകാദികൾ ജയവിജയന്മാരെ ശപിച്ചു. അസുരന്മാരായി മാറിയ ജയവിജയന്മാർ വിഷ്ണുവിന്റെ കൈകൊണ്ട് വധിക്കപ്പെട്ട് തിരികെ വൈകുണ്ഠത്തിൽ എത്തും എന്നതാണ് ശാപപരിഹാരം. തപസ്സിലൂടെ 7 ജന്മം കൊണ്ടും വിദ്വേഷ ശത്രുതയിലൂടെയാണെങ്കിൽ 3 ജന്മം കൊണ്ടും തിരിച്ചുവരാം. എത്രയും പെട്ടെന്ന് വൈകുണ്ഠത്തിൽ തിരിച്ചെത്താനായി ജയവിജയന്മാർ സ്വീകരിച്ച ജന്മമാണ് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്നതൊക്കെ പിന്നീട് രാവണനും കുംഭകർണനും ശിശുപാലനും ദന്തവക്ത്രനുമായി ഇവർ ജനിച്ചു. വരാഹം, നരസിംഹം, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ എന്നീ അവതാരങ്ങളിലൂടെ ഭഗവാൻ ഇവരെ സംഹരിച്ചു. തിരികെ വൈകുണ്ഠത്തിൽ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം.